ഗൈസ് ഇവിടെ 5 മണിയാണ് രാവിലെ ആൻഡ് ഐ ഹാവ് എ ട്രിപ്പ് ടുഡേ. ഇപ്പോൾ പോയാലേ എനിക്ക് ട്രെയിൻ കിട്ടുള്ളൂ. ഐ ഡോണ്ട് നോ ഞാൻ എന്തിനാണ് ബാക്ക് ടു ബാക്ക് ട്രിപ്പ് ബുക്ക് ചെയ്തത്. ആക്രാന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓ മൈ ഗോഡ്, ഐ ആം സോ ടയർഡ്. ആൻഡ് ഇങ്ങനെ മുഖം കാണിക്കാൻ മാത്രം ധൈര്യം എനിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഗൈസ് ഫേസ് വാഷ് ചെയ്ത് വന്നു. സ്റ്റിൽ മൈ ഐസ് ആർ സ്ലീപ്പിംഗ് ബട്ട് വി ഹാവ് ടു ഗെറ്റ് റെഡി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം. ഗൈസ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അവസാനമായിട്ട് ഇതും കൂടെ ബാക്കിയുണ്ട്. ഉറക്കച്ചടവിന് വലിയ മാറ്റമൊന്നുമില്ല, കാരണം 5 മണിയായിട്ടല്ലേ ഉള്ളൂ. എനിവേ നമുക്ക് പോകാൻ സമയമായി. ഞാനിപ്പോൾ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഐ എം വെരി ടയേർഡ് ആക്ച്വലി. എനിവേ അപ്പോൾ ഇതിന് മുമ്പുള്ള സ്റ്റേഷൻ ഏതാണെന്നറിയാം? ഹൈബ്. അപ്പോൾ നമ്മളിപ്പോൾ യോങ്സാൻ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ കാണുന്നതാണ് സ്റ്റേഷൻ. 안녕하세요. 다들 안 왔어요? 다들 안 왔어요? 왔어요? 제가 마지막이에요? 아니에요. 투어 가이드 오늘. 네, 맞아요. 반가워요. 자, 성함이 수수입니다. 제가 선물도 있어요? 아침이니까 감사합니다. 저희 친구들 여기. Guys, we got breakfast. പഴം, ബ്രെഡ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, സോ ലെറ്റ്സ് ഈറ്റ് പഴം. സോ ഗൈസ് നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. ആൻഡ് അവർ നമുക്ക് ബ്രോഷർ തന്നു ഈ ഒരു ട്രിപ്പിൻ്റെ ഐറ്റ്നറി. ആൻഡ് ഇറ്റ് റിയലി ലുക്സ് നൈസ്. ഭയങ്കര ഒരു ഹീലിംഗ് ട്രിപ്പാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഗൈസ് നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. പുള്ളിക്കാരൻ എന്നെ നോക്കുന്നു, കൊച്ചെന്താണ് ചെയ്യുന്നത്? ലെറ്റ്സ് ഗോ. ഇത് ശരിയാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം KTX കയറി നമ്മൾ കയറിക്കൊണ്ടേയിരിക്കും. ബ്രെഡ് ഭയങ്കര ടേസ്റ്റി. 와, 너무 예뻐요. 더 예쁜데. 와, 예쁘게 그렸어요. guys, അവർ നമ്മുടെ പിക്ചർ വരച്ചു. Look at this, so cute. 이거는 너무 예뻐요. 한국말? 네. 그러면 영어로 할게요. 네, 진짜요. 바이바이바이바이. Guys, trainil lot of good things happened, but at the same time tragedy also happened. I mean, I lost my, what is that, power bank. എനിക്ക് തോന്നുന്നത് മറ്റേ അജ്മ അവരോട് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ താഴ്ത്തു വീണു. ഞാൻ കണ്ടില്ല. ഇറങ്ങാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ അപ്പോഴേക്കും ട്രെയിന് പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ഒന്നുകൂടെ. ഐ എം സാഡ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. losing something we can get again is okay. ഗൈസ്, നമ്മളിപ്പോൾ ഇക്സാനിൽ ഇറങ്ങി. ഇനി ഈ ഒരു ബസ്സില്ലേ, ഈ ബസ്സിൽ നമ്മൾ നമ്മുടെ ഐലൻഡിലോട്ട് പോകും. ഗൈസ്, നമ്മളിവിടെ ജെജാങ്ഡോ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ എത്തി, അതാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് കപ്പൽ കയറിയിട്ട് മ്യോങ്ഡോ ഐലൻഡിലോട്ട് പോകും. നമ്മൾ ഐലൻഡിലാണ് ഇന്ന് താമസിക്കാൻ പോകുന്നത്. ടിക്കറ്റ് കിട്ടി ഗൈസ്, ടിക്കറ്റ്. ഗൈസ്, നമ്മൾ കപ്പലിൽ കയറാൻ പോവുകയാണ്. ഗൈസ്, ഒരു റാൻഡം മാജുഷി എനിക്ക് ചോക്ലേറ്റ് തന്നു. Water ever. Yeah, I'm waiting for that. I'm waiting for that.
ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഭൻസുക്തോ അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. ഞാൻ കൊറിയയിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് കടലിലൂടെയുള്ള. ഞങ്ങളിവിടെ ഇറങ്ങി ഗൈസ്, ഞങ്ങളിവിടെ ഇറങ്ങി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐലൻഡ്. നമ്മൾ നെക്സ്റ്റ് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അതിൽ ആ ഒരു അവിടെ കാണുന്ന ഒരു ചെറിയ ഷിപ്പ് ഉണ്ടാ, അതിലാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇവർ നമുക്ക് ആവശ്യമുള്ള ഫുഡ് എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ അതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വാ ഇപ്പതാ 제가 1, 2 하면은 방축도 할까요? 네. 자, 찍을게요. 사진 찍어주세요. 자, 1, 2. നല്ല ഭംഗിയുള്ള ഐലൻഡ്. പക്ഷെ നമ്മൾ ഇവിടെ അല്ല താമസിക്കാൻ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ വേറെ ഐലൻഡിലോട്ട് പോവും. ഗൈസ്, കയ്യിൽ സ്റ്റാർ ഫിഷ് കിട്ടി. ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ നല്ല സ്മെല്ല്, അതായത് നല്ല ചീത്ത സ്മെല്ല്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ്, ഇതാണ് നമ്മളുടെ കുഞ്ഞിക്കപ്പൽ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 3-4 പേരും, പുറത്താണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ. ബോട്ടിന്റെ പേരെന്താ പറയുക? സൺഷൈൻ, അതായത് ഹോബി. നിങ്ങൾ അവിടെ ഒരു കിളീനെ കാണുന്നുണ്ടോ? സോ ക്യൂട്ട് നോ ഗൈസ്. നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി, മ്യോങ്ദോ ഐലൻഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറേ ഫിഷർമാൻസ് ഉള്ള ഐലൻഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഫിഷർമാൻ ഇത് ഈ ബോട്ട് കാണുമ്പം എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? വെൻ ലൈഫ് ഗിവ്സ് യു ടാഞ്ചറിൻസ് എന്ന് പറഞ്ഞ ഡ്രാമയാണ് ഓർമ്മ വരുന്നത്. അയ്യോ ഗൈസ്, കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും മണം ഒരു സുഖമില്ല കേട്ടാ, ഒടുക്കത്ത മണം. ഗൈസ്, നമ്മൾ വന്ന ഐലൻഡാണ് മ്യോങ്ദോ. നമ്മളിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഐലൻഡിൻ്റെ പേര് മ്യോങ്ദോ ഐലൻഡ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം. ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ 2 അമ്മൂമ്മമാരിയ്ക്കുന്നുണ്ടായിരുന്നു. ഹായ്, അവരെൻ്റെ അടുത്ത് ഹായ് പറയാ. ഓക്കെ, സോ ആ അമ്മൂമ്മമാരുണ്ടല്ലോ, ഈ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ റീൽസ് കണ്ടിട്ടില്ലേ, ചിത്രം വരയ്ക്കുന്നത്. അവർ എൻ്റെയും എൻ്റെ കൂടെയുള്ള പെങ്കൊച്ചിൻ്റെയും ചിത്രം വരച്ചു. ആൻഡ് ദേ വെർ വെരി നൈസ്. ചിത്രം വരച്ചു കഴിഞ്ഞിട്ടാണ് അവർ സംസാരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർ നല്ലപോലെ സംസാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് എക്സ്പീരിയൻസ്. സോ ക്യൂട്ട് ആജുമ്മസ്. ഇവിടെയുള്ള വീടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ ചെറിയ വീടാണ്. ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഗൈസ്, സീരിയസ്. ഓ, അവരിന്ന് രാവിലെ പിടിച്ച മീനാണെന്ന് ഗൈസ്. ഈ മീനിന്റെ പേര് ചന്തോം എന്നാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ഉറപ്പില്ല. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറില് കടലൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മളെ ഡ്രാമയിലെ പോലെ. ഫിഷ് സൂപ്പ്, ഗൈസ്, നമ്മൾ മീൻ ഓപ്പറേറ്റ് ചെയ്തു. ഗൈസ്, ഇതാണ് മ്യോങ്ദോ ഐലൻഡ് കേട്ടോ. ഞാനിതൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഇവിടുത്തെ ഫ്ലവറൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. ആക്ച്വലി ഇവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഭയങ്കര വലുതുമായിരിക്കും, അല്ലെങ്കിൽ വലുതല്ലെങ്കിൽ കൊലയായിരിക്കും. ആൻഡ് ദേ ആർ റിയലി പ്രിറ്റി. ഞാൻ ചിലപ്പോൾ നാട്ടിൽ കാണാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ബട്ട് യാ, വെരി പ്രിറ്റി. ഈ ഒരു ഐലൻഡിൽ ഒരു 10-30 ആൾക്കാരുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാവരും റൂമിൽ പോയിട്ടാണ്. ഞാനും പോയായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി. ഐ ഹാവ് ദിസ് സൈഡ് ഓൾസോ, ലൈക്ക് കെയർലെസ്. ഐ എം എ കെയർലെസ് ഗേൾ. അടുത്ത ഫ്ലവർ നോക്ക്, നല്ല ഭംഗിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നല്ല മണമുണ്ട്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട്. നമ്മുടെ നാട്ടിലൊരു വീടൊക്കെ പോലെ ഉണ്ടല്ലേ,
ഇവിടെ നമ്മൾ ചെരുപ്പ് അഴിച്ചിടുന്നു. ഇങ്ങനെ ഉള്ളിൽ പോവാം. ഇത് നമ്മളുടെ ഇതാണ് നമ്മളുടെ റൂം. ഓക്കെ, ഇവിടെ ടി വി ഒക്കെ ഉണ്ട്, സോഫയുണ്ട്. നമുക്ക് ഇതാണ് നമ്മളുടെ റൂം. ഹായ്. I didn't know this is a Noore bunk, guys. We have a Noore bunk. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഉറങ്ങി. ഇപ്പോൾ എങ്ങടെ പോകുന്നൊരു ഐഡിയ ഇല്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഐലൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോവാണ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. ഇറ്റ്സ് എക്സ്പ്ലോറിങ് ടൈം. ഇവിടുത്തെ JCB ആണിത്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഗൈസ്, ഇതിവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ ആജുമ്മാസ് കുക്കിംഗ്. ഇവിടെ നമുക്ക് കുറേ സ്നാക്സ്, ഈ ഒരു ഷൂ ഒക്കെ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ മൗണ്ടെയിനിൽ മറ്റേ ഇവരുടെ ഔഷധങ്ങൾ ഉണ്ടാവില്ല, അത് പറിക്കാൻ പോവാണ്. പിന്നെ അതാ ഈ സാധനമുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇവിടുത്തെ ഒരാളുണ്ട്. നമ്മളിത് ഇങ്ങനത്തെ എവിടെ കാണുന്നുണ്ടോ, ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം മലയിൽ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഈ കവറ് നമുക്ക് ഔഷധങ്ങളൊക്കെ പറിച്ചിടാനുള്ള കവറാണ്. 먼저 wish. 우리 친구는 행복하게 해주세요. 아이고. 감사합니다. Look at the pretty flowers. Guys, ഇവിടെ സ്കൂൾ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം സ്കൂൾ പൊളിച്ചിട്ടു. ഇനിയുള്ള കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ അവർ സിറ്റിയിൽ പോയിട്ട് പഠിക്കുന്നതാണ് അവർ പറയുന്നത്. Ajushi was singing, but I couldn't capture. ആക്ച്വലി ഈ കാട്ടിലൂടെ നടക്കുന്നത് എനിക്ക് വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ഫോറിനേഴ്സിനും കൊറിയൻസിനും ഒക്കെ ഇത് ഭയങ്കര പുതുമയുള്ള കാര്യമാണ്. പിന്നെ ഈ ഐലൻഡിൽ അത്ര റോഡുകളൊന്നുമില്ലല്ലോ, അപ്പം ഇവിടെ റോഡ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിവിടുന്ന് കടല് കാണാം. And we love it this one, but now we can't eat. It's so strong. We just eat it when it's very small. When it's thin. Now it's impossible. 여기 인도네시아 애들이 있는데. 여기? 거기야 인도고 인도네시아. 달라요. 이름은 비슷하네. 맞아요. പണ്ട് ഇവിടെ ഈ ഒരു ഐലൻഡിൽ 8 ഫാമിലീസ് ഉണ്ടായിരുന്നു. അതിൽ 2 ഫാമിലീസിനെ നോർത്ത് കൊറിയ കൊണ്ടുപോയി, ബാക്കി 8 ഫാമിലീനെ അങ്ങോട്ട് മൂവ് ആക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഐലൻഡിൽ ആകെ 30 ഫാമിലി ഉള്ളൂ. പണ്ടാണത് നടന്നത്. സോയ കടൽ. 이거 보세요. 두릅이라는 거 아까 말한 거 있잖아. 두릅? 저게 두릅나무인데 저렇게 피어버렸어. 그러니까 우리 이제 뭐 들어가냐? 자, 지금부터서는 뱀 조심하시고. 우리가 화이팅 할게요. 하나, 둘, 셋. 명단! 화이팅! 됐어 이제? 네. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ പോവാണ്. ഭംഗിയുള്ള വ്യൂ. ഗൈസ്, നമ്മൾ ഇതിലൂടെ ഇറങ്ങി പോവാണ്. ആക്ച്വലി എനിക്ക് പേടിയില്ല, പക്ഷേ ഞാൻ ഇട്ട ചെരുപ്പ് കുറച്ച് വലുതാണ്. നമ്മളിട്ട ഈ സാധനം ഉണ്ടല്ലോ, ഇത് വലുതായ കാരണം ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. 와, 멋있다. 중간 정도 보면은 이놈만 이렇게 딱 잡아. 이렇게. 오케이? ഗൈസ്, ഇറ്റ്സ് ലുക്സ് ലൈക്ക് നമ്മളൊരു വെറൈറ്റി ഷോയിലുള്ള പോലെ ഉണ്ട്. ഗൈസ്, അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങി വന്നതിൻ്റെ ഫൈനൽ വ്യൂ ഞാൻ കാണിച്ചു തരാം. 그냥 자기들하고 이렇게 재밌게 그냥 즐기려고 오다 본 게 자꾸 위험하다, 손잡아라. 자기들 자유를 압박한 거야 그게 내가. 근데
그래가지고 다쳐서 업고 오는 것보다 낫지 않아 이게. 맞아요. 무사하게 갔다 온 것이. ഇത് ഞങ്ങൾ പറിച്ചു കൊണ്ട് വന്ന ഔഷധങ്ങൾ അത് വെച്ച് അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. 비기면 힘들어요 먹을 때. 스몰 사이즈 본인 입 크기에 맞춰서 먹기 편하게 그냥 이렇게 조물딱 조물딱해서. ഇതിന് പറയുന്ന പേര് തോഷിരാഗ് എന്നാണ്. ദാറ്റ് മീൻസ് ലഞ്ച് ബോക്സ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതായത് ഇതൊക്കെ ചോറ് അവർ തന്നു, നമ്മളിങ്ങനെ കുഴച്ചുണ്ടാക്കി നമുക്ക് കഴിക്കാം. യെസ്, ബേബി ആൻഡ് മദർ. ഗൈസ്, ആട്, കുറേയിൽ ആടിനെ കണ്ടു. ഒരു മിനിറ്റ്, സ്റ്റീസി, കുറേയിൽ ആടിനെ കണ്ടു ഞാൻ. ഡോണ്ട് നോ, കുറേയിൽ വന്നതിൻ്റെ ശേഷം ഉണ്ടല്ലോ എനിക്ക് ആനിമൽസിനോട് കുറച്ചും കൂടി ഒരു സ്നേഹം കൂടിയ പോലെ ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ മേ ബി ഇവിടുത്തെ ആൾക്കാർ നായ്ക്കുട്ടികളെയും ക്യാറ്റിനൊക്കെ കണ്ടിട്ടായിരിക്കും. ഇപ്പോൾ പശുവിനെ കണ്ടാലും ആടിനെ കണ്ടാലും കോഴിക്കിനെ കണ്ടാലും ഐ ഫീൽ സോ ക്യൂട്ട്. ആ ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല അടിപൊളി ഡിന്നറായിരുന്നു. ഭയങ്കര സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഫുഡ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ, ഇവിടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം പുറത്തുനിന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പം ദേ ആർ വെരി ഹാപ്പി ആൻഡ് വെൽക്കമിങ്, യു നോ. ഗൈസ്, ഇനി നമ്മൾ ഈ ഒരു ഐലൻഡിൽ ഇങ്ങനെ കറങ്ങും ബോട്ടിൽ ആൻഡ് സൺസെറ്റ് കാണാൻ പോവാണ്. This is the island, this is the boat and we are going to see sunset. 주세요. 이쪽으로 갈까? 여기 안 선샤인이다. 아까 우리 깐 거. Guys, see here. 여기 보세요. Illusions in the sky. Anytime I'll be holding on. Fantasies in my mind. I keep staying on. Spirit in my heart. I'll change anything into eternity. Spirit in my heart. ഗൈസ്, നമ്മൾ സൺസെറ്റ് കാണാൻ പോയി വന്ന് ഇനി പിന്നെയും കഴിക്കുകയാണ്. ഞങ്ങൾ 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ലഞ്ച് കഴിച്ചോളൂ. ലഞ്ചാണോ കഴിച്ചത്? അല്ലല്ലോ, ഡിന്നറാണ് കഴിച്ചത്. വീണ്ടും എന്തൊക്കെയൊക്കെയോ കഴിക്കുന്നു. ഇപ്പം നമ്മൾ റോ ഫിഷ് കഴിക്കാൻ പോവാണ്. ഇത് റോ ഫിഷാണ്. സോസിൽ മുക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. ആക്ച്വലി ഞാൻ ഓൾറെഡി ഒന്ന് കഴിച്ചു. ഭയങ്കര സോഫ്റ്റാണ്. ആക്ച്വലി വായിൽ നമ്മളിടുമ്പോൾ അത് കുറച്ചുകൂടെ സോഫ്റ്റാണ്. അങ്ങനെ ഫിഷിൻ്റെ സ്മെല്ലൊന്നുമില്ല. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ പൂത്തിരി കത്തിക്കാൻ പോവാണ്. ഇത് ആക്ച്വലി നമ്മൾ സൺസെറ്റ് കാണാൻ പോകുമ്പം കപ്പലല്ല ബോട്ടിൽ നിന്ന് കത്തിക്കാന്ന് വെച്ചാൽ പോയിരുന്നു. പക്ഷെ നല്ല കാറ്റായ കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് വി ആർ ഡൂയിങ് ദിസ്. എല്ലാവർക്കും ഒന്നേ കൊടുത്തുള്ളൂ. പക്ഷെ പുള്ളിക്കാരനെ എനിക്ക് 2 തന്നു. കാരണം എന്താണ്? ബി പോസിറ്റീവ് ഗൈസ്. പോസിറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ ടു യു. ഐ മീൻ ലൈക്ക് ദർ വിൽ ബി ഓൾവേസ് സംതിങ് ടു മേക്ക് യു സ്മൈൽ. പുള്ളിക്കാരനെ ഞാൻ ചുമ്മാ അവിടെ നിൽക്കുമായിരുന്നു. 2 എനിക്ക് എടുത്ത് തന്നപ്പം ഐ വാസ് ഹാപ്പി. 노래 너무 좋아요. 노래 좋아요? Coming romantic. 잠깐만요. 여기. 진짜 피곤했는데 나왔는데 완전. നമ്മളിപ്പോൾ മ്യോങ്ഡോ ഐലൻഡിലാണല്ലോ ഉള്ളത്. അവിടെ നമ്മൾ ഇങ്ങനൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ നിലത്തൊക്കെ വിരിച്ചിട്ട്, ഓക്കെ, ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞാൻ കുളിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് ഫുൾ ടൈം റെസ്റ്റാണ്. രാവിലെ എണീറ്റ് പോകണം, അത്രയേ ഉള്ളൂ.
ഐ റിയലി ഹോപ്പ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ വ്ളോഗ് ആക്ച്വലി ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര ഹീലിംഗ്. ഞാൻ ഫോണൊന്നും അധികം യൂസ് ചെയ്തില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തു. അതർവൈസ് ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്തില്ല. സോ ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരും വാസ് വെരി സ്വീറ്റ് ആൻഡ് നൈസ്. കുറേ ഫുഡ് കഴിച്ചു, കുറേ പുതിയ എക്സ്പീരിയൻസസ് ആയിരുന്നു, കുറേ പുതിയ ഫുഡ് ട്രൈ ചെയ്തു. ഞാൻ റോ ഫിഷ് വരെ കഴിച്ചു. റോ ഫിഷ് വാസ് റിയലി ഗുഡ് ആക്ച്വലി. ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഫിഷിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കുക, അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് നൈസ്. സോ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരിങ്ങനെ റോ ഫിഷ് കഴിക്കുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. സോ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ഡേ 2 ആണ് ഫോർ യൂട്യൂബ് 7 ഡേ ചലഞ്ചിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. കുറേ ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടല്ലേ. ഐ തിങ്ക് ഐ എം ടയേർഡ്. സോ എനിവേ, നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് നാളെ കാണാം. ബൈ.